നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, അല്ല ആരതി ഇവിടെ? ആരതി ടെറസിൽ തുണി വിരിക്കാൻ പോയിരിക്കാം. താഴെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും താൻ അറിഞ്ഞോ? ആരതി വന്ന് പറഞ്ഞു. മണിച്ചേട്ടന് ശരിക്കും ദേവി കയറിയതാണോ? ഞാൻ വന്നിട്ട് ആ മണി എഴുന്നേറ്റത്. എന്നോട് എന്താ പറഞ്ഞാന്നറിയൂ? ഈ വീട്ടില് മത്സ്യമാംസം കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് വേറെ ഒരു വഴിയും കണ്ടില്ലെന്ന്. അതിനുവേണ്ടി വെളിച്ചപ്പാട് തുള്ളിയതാ. ഇവരെയൊക്കെ പേടിപ്പിക്കണമെങ്കിലേ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അത് വിട്ടേക്ക്. എന്തായാലും എല്ലാവരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇനി ആരും ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല. ഇത് കിട്ടുന്ന സ്ഥലം തനിക്കറിയില്ലേ? അമ്പലത്തിൽ നിന്ന്. ഇത് സാറാണോ അമ്പലത്തിൽ പോയത്? അല്ല, ഞാൻ പോയി. വെറുതെ കള്ളം പറയില്ലേ. സാറ് പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഏട്ടാ, ഞാനവിടെ പോയത്. തനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ? അപ്പോ പിന്നെ തന്റെ സങ്കടങ്ങളെല്ലാം ആരാ ചെന്ന് പറയേണ്ടത്? ഞാനല്ലേ? എന്നിട്ട് എന്ത് സങ്കടം പറഞ്ഞത്? ഒരു രസമുണ്ടായി. പൂജാ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ തന്റെ പേരും പറഞ്ഞു കൊടുത്തു. പക്ഷേ പൂജാരി നാളും ഏതാ കൂറെന്നൊക്കെ ചോദിച്ചു. അതെന്താ സംഭവം? അത് ഓരോ നാളുകൾക്കും ഓരോ കൂറുണ്ട്. മേടക്കൂറ്, ഇടവക്കൂറ്, കർക്കിടകക്കൂറ്, അങ്ങനെ. അതൊക്കെ നന്നായി അറിയുന്ന ആൾക്കാർക്കേ പറ്റൂ. ഭാര്യയുടെ നക്ഷത്രം അറിയില്ലേന്ന് ചോദിച്ചു പൂജാരി ഒരു കളിയാക്കൽ പോലെ ചിരിച്ചു. പിന്നെ കളിയാക്കില്ലേ? തിരുമേനിക്കറിയാമോ ഒരു പരിചയമില്ലാത്ത ഒരാളെ ബലം പിടിച്ച് താലി കെട്ടിയതാന്ന്? തന്റെ നാളെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ നാളെ അറിയാവൂന്ന് ചോദിച്ചു. എനിക്കിവിടെ നിന്ന് അറിയാനാ? സ്വന്തം നാളെ പോലെ സാറിന് അറിയില്ലേ? ഇതൊക്കെ എന്തിനാ അറിഞ്ഞിട്ട്? അല്ല, അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? എനിക്കത് അറിയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്തായാലും കൊള്ളാം. എന്തൊക്കെയാ ഞാൻ പ്രാർത്ഥിച്ചതെന്നറിയില്ല. തന്റെ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. തന്റെ വേദന ഇല്ലാതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് താൻ പഴയ കണ്ടീഷനിലാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ദേവി കേൾക്കുമായിരിക്കും. ദേവിക്ക് നിഷ്കളങ്കരായ ആളുകളെ വലിയ ഇഷ്ടാ. അപ്പൊ എന്നെ പ്രാർത്ഥന എടുക്കില്ല. ഞാൻ ക്രൂരനല്ലേ? ആര് പറഞ്ഞു? ചില കാര്യങ്ങളിലും മാത്രം ഒരു മൂഷിട്ട സ്വഭാവം. അല്ലെങ്കിൽ വെറും പാവ, കുട്ടികളെ പോലെ. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്ന ഒരാളോട് എനിക്ക് എന്തിനാ ദേഷ്യം? അല്ല, ഞാൻ തല്ലിയത് കൊണ്ടല്ലേ തനിക്ക്? കൂടെ കൂടെ ഇത് പറയണോ? തല്ലുമ്പോ വസൂരി വരുമെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വസൂരി പരത്തുന്നത് ഗുണ്ടകളായിരിക്കുമല്ലോ. അത് കൊള്ളാലോ. അസുഖമാണെങ്കിലും തമാശയൊക്കെ പറയാൻ പറ്റുമല്ലേ? ഈ പറഞ്ഞത് തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് പ്രത്യേകിച്ചൊരു അഭിനന്ദനവും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീക്കണം സാർ. അടുക്കള ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇവിടെ കിടക്കുമ്പോ അതൊക്കെ ആലോചിക്കുമായിരിക്കും അല്ലേ? ആലോചിച്ചു മനസ്സിന് ടെൻഷൻ കൊടുത്താ ഇത് കൂടുമെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാനേ ഇതിനു വേണ്ടി കുറേ സാധനങ്ങളൊക്കെ റെഫർ ചെയ്തതാ. അതിലൊക്കെ കണ്ടതാ. അസുഖം വന്നാ നല്ല സന്തോഷമായിട്ടിരിക്കണം.
ഞാനേ നല്ല ഇഷ്ടമുള്ളൊരു പടം വെച്ച് തരട്ടെ, കണ്ടിരിക്കാലോ തനിക്ക്. വേണ്ട സർ, സാറും മാരുതിയൊക്കെ അടുത്തിരുന്നാ മതി. എന്നോട് സംസാരിച്ചാൽ മതി. എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. സാറ് ക്ഷേത്രനടയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഓർത്തതാ. എനിക്ക് ഇത്തിരി ഭാഗ്യമുണ്ട്. സാറിനെ പോലെ ഒരാളാണല്ലോ എനിക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചത്.